ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ താറാവ് റോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1 കിലോ താറാവാണ്. നല്ല പോലെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള താറാവാണ്. നാടൻ താറാവായ കാരണമാണ് ഇതിൻ്റെ പുറത്തെ തൊലിയല്ലേ, അതിങ്ങനെ കളഞ്ഞിട്ടില്ല, അതിങ്ങനെ ഉണ്ട്. അങ്ങനെ വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാടൻ താറാവാണ്. ബ്രോയിലർ താറാവ് ആകുമ്പോൾ അത്ര ടേസ്റ്റ് ഒന്നും കിട്ടിയെന്ന് വരില്ല. നാടൻ താറാവ് ആകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ പരമാവധി നാടൻ താറാവ് കിട്ടുകയാണെങ്കിൽ അതെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ താറാവ് വേവിക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള താറാവ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കാനായിട്ട് നോക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഈ കുരുമുളക് പൊടി എന്ന് പറയുമ്പോൾ ഞാൻ നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുരുമുളക് പൊടിയാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂണോളം പെരുംജീരകം പൊടിച്ചത്. അപ്പോൾ ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടിയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി കൈ വെച്ചിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ചട്ടകം വെച്ചിട്ടോ അങ്ങനെ മിക്സ് ചെയ്താൽ മതി. കൈ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തുള്ള പൊടികളൊക്കെ കറക്റ്റ് അങ്ങോട്ട് താറാവ് കഷ്ണങ്ങളിലേക്കെല്ലാം പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ താറാവ് കഷ്ണങ്ങളിലെ ഒപ്പത്തിനാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നമ്മളെടുക്കുന്ന ആ താറാവിൻ്റെ മൂപ്പിനനുസരിച്ചിരിക്കും അതിൻ്റെ വേവ് എന്ന് പറയുന്നത്. ഇച്ചിരി മൂത്ത ഇറച്ചിയാണെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി വേവാൻ സമയമെടുക്കും. നമ്മളിപ്പോൾ ഇത്ര വിസിലടിപ്പിച്ചതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് വെന്തില്ലെന്ന് കാണുകയാണെങ്കിൽ വീണ്ടും എക്സ്ട്രാ 2 വിസിലൊക്കെ അടുപ്പിക്കുക. നമുക്കറിയാമല്ലോ നമ്മൾ കുക്കറിൻ്റെ വേവ്. ഇപ്പം ഞാനിപ്പോൾ 4 വിസിലാണ് അടുപ്പിക്കുന്നത്. അപ്പം ഞാനിത് വെന്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ താറാവ് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം നാടൻ താറാവ് റോസ്റ്റ് അല്ലേ, ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ മുന്തി നിൽക്കണം. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ 1 മുറി നാളികേരത്തിൻ്റെ അത് കൊത്താക്കി എടുത്തിട്ടുണ്ട്. കടയിൽ ഇതുപോലത്തെ കൊത്താക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഒന്ന് ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ മൂപ്പിച്ചെടുക്കണ്ട, ആ നാളികേരത്തിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതുവരെ നമുക്ക് ഇത് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഈ നാളികേരത്തിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 ഉണ്ട വെളുത്തുള്ളി ചതച്ചത്, 3 പച്ചമുളക്, 1 മീഡിയം സൈസ് ഇഞ്ചി ചതച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഇളക്കി കൊടുക്കണം. അതിൻ്റെ ഒരു പച്ചമണം മാറി വരണം. ഈ വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ ഇഞ്ചിയുടെ ഒക്കെ ഒരു പച്ചമണമില്ല, അതൊക്കെ ഒന്ന് മാറി വരണം. ഏകദേശം പറയുകയാണെങ്കിൽ ഇതൊന്ന് ഒരു ഒട്ടിപ്പിടിക്കുന്ന ടെൻഡൻസി ഉണ്ടാവില്ല, അതൊന്ന് മാറണം. അപ്പോൾ നമ്മൾ ചീഞ്ചട്ടിയിലാണെങ്കിലും നമ്മൾ വെളുത്തുള്ളി ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ വെളുത്തുള്ളി ആണെങ്കിലും ഇഞ്ചിയെല്ലാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ചട്ടിയിൽ ഒന്ന് ഒട്ടി പിടിക്കുന്ന ഒരു ഇതുണ്ടാവും, ആ ഒരു ഒട്ടൽ മാറി കിട്ടണം. അപ്പോൾ അതുവരെ നമുക്ക് ഇതൊന്ന് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി, ഒരു 30-35 ചുവന്നുള്ളി അരിഞ്ഞത്, അതുപോലെ തന്നെ 1 മീഡിയം സൈസ് സവാള അരിഞ്ഞത് കേട്ടോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉള്ളിയും സവാളയും നല്ല പോലെ വാടി വരണം. അപ്പോൾ അതുവരെ നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുള്ള ഉള്ളിയും സവാളയെല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാനായിട്ട് നോക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അപ്പോൾ ഇതൊക്കെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടികളെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം
ബാക്കി ഇതിലേക്ക് 1 ടീസ്പൂണോളം പെരുംജീരകപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം നല്ലപോലെ കുക്കായി വരണം, മൂത്ത് വരണം. അപ്പോൾ അതുവരെ നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ദേ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാനായിട്ട് നോക്കാം. 2 മീഡിയം സൈസ് വലിപ്പമുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും ഇളക്കി കൊടുക്കുക. ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളി നല്ലപോലെ വെന്ത് അതുപോലെ തന്നെ അതിൻ്റെ ഒരു പച്ചമണം മാറി വരണം. അതുവരെ നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ തക്കാളിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള താറാവ് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ കുക്കറിൽ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. 4 വിസിലായപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ താറാവ് കഷ്ണങ്ങൾ മൂപ്പുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് വേവിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ഈ 4 വിസിൽ വന്നതിന് ശേഷം പ്രഷർ പോയിട്ട് തുറന്ന് നോക്കുമ്പോൾ വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് എത്ര നമുക്കറിയാമല്ലോ, എത്ര വിസിലടിപ്പിച്ച് അത് വേവുന്നു. പിന്നെ അപ്പോൾ അത്ര വിസിലടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാനായിട്ട് നോക്കാം. ഈ ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റില്ലെന്ന് നോക്കുക. അപ്പോൾ കുറവാണെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓപ്ഷണലാണ്, ഉള്ളവർ ഇട്ടാൽ മതി. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ഇടുന്നു എന്ന് മാത്രം. സർവ്വസുഗന്ധിയുടെ ഇലയില്ലേ, അതൊരു 3 എണ്ണം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേക ഒരു ഫ്ലേവറാണ്. അപ്പോൾ ഞാനതുള്ളത് അതിന് ഇട്ട് കൊടുത്തത് മാത്രം, അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇച്ചിരി ഗ്രേവി ടൈപ്പ് ആണ് ഇഷ്ടമെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മുടെ കറി ആവുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ ഒന്നും കൂടിയും ഇതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്, ഒന്ന് റോസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. താറാവ് റോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇച്ചിരി ഡ്രൈ ആണല്ലോ. അപ്പോൾ ഇതേ നമ്മുടെ താറാവ് റോസ്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്, നല്ലപോലെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം പെരുംജീരകം പൊടിച്ചതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ താറാവ് റോസ്റ്റിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻസിൽ ഒന്നാണ് കേട്ടോ ഈ കുരുമുളക് പൊടി. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഗ്രേവി ടൈപ്പ് ഇഷ്ടമുള്ളവർ അവരും ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു അളവിൽ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കറിയുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പോലെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നാടൻ താറാവ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആരും ഉണ്ടാക്കി നോക്കാനായിട്ട് മറക്കരുത്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള താറാവ് റോസ്റ്റാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ താറാവ് ഇറച്ചിയൊക്കെ മേടിക്കുമ്പോൾ നാടൻ താറാവ് നോക്കി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം കൂടുതൽ ടേസ്റ്റ് നമുക്കറിയാം നാടൻ താറാവ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ്. ആ ഒരു ടേസ്റ്റ് നമ്മൾ ബ്രോയിലർ താറാവ് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.